Good afternoon, sir. Yes, Sanisha, good afternoon. Good afternoon, sir. Vinisha, good afternoon. Good afternoon, sir. Shamima, Vinitha B, VGKS, good afternoon. Good afternoon, sir. Yes. Shamna Manoj, good afternoon. Vijay, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം, ആരെങ്കിലും കയറുമായിരിക്കും. Yes, better late than never. Yes, അപ്പോൾ പ്രയർ സൈനിങ് ഓൺ തോട്ട് ഓഫ് ഡേ ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങി വെക്കാം. ആരെങ്കിലും ഉണ്ടോ? പ്രയറിന്റെ ആൾക്കാരുണ്ടോ? Yes. Signing on. Yes. Thought of the day. Yes. തോട്ട് ഞാൻ പറയാം സാറേ. Yes, okay, Viji, you continue. Success does not come from what you do occasionally. It comes from what you do consistently. Thank you. Very good, very good. നമ്മുടെ ആമയും മുയലും കഥയിലെ ആമയുടെ വിജയത്തിന്റെ രഹസ്യമാണ് വിജി പറഞ്ഞത്. മുയൽ ഇടക്കിടക്ക് ഓടി, ഇടക്കിടക്ക് റെസ്റ്റ് ചെയ്തു, അപ്പൊ കണ്ടിന്യൂസ് ആയിരുന്നില്ല. പക്ഷെ ആമ കൺസിസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. Consistency is the basis of success. Yes, അപ്പൊ നമുക്ക് പയ്യെ അങ്ങോട്ട് ആരംഭിച്ചാലോ? 4 മിനിറ്റ് ആയില്ലേ? യെസ്, ഒരു വരുമ്പോ നമുക്ക് അവിടെയാണ് കേൾക്കാം. ഓക്കെ വിജി. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് ഫൈൻഡ് ഔട്ട് adverb in the following sentence എന്നാണ്. Am I right? Medisha, good afternoon. Yes, okay. അതിന്റെ അകത്ത് നമ്മൾ കുറച്ച് സെന്റൻസ് ഒക്കെ ചെയ്തു. Yes, good afternoon. Yes, അതിന്റെ അകത്ത് നമ്മൾ ചെയ്തത് Last question, you look very tired. You look Very tired. ഇതിന്റെ ആദ്യത്തെ ക്വസ്റ്റൻ ഏതായിരുന്നു? You must start very early.
Very early. You must stay here. Stay You here. look You look very tired. 3 questions are പറഞ്ഞത്. very good, very good. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ അതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ you must work work hard hard. You must work hard. അതിന്റെ ഇടയിൽ ABC A hard, B must, C work. Vinita B ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയും? യെസ്, വിനീത വരുമെന്ന് വിചാരിക്കാം. ഷമീമ, വിനീത വന്നിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ വിനീത. യെസ്, അപ്പൊ നമുക്ക് വിനീത പ്രസ് ചെയ്ത ബട്ടൺ മാറിപ്പോയി തോന്നുന്നു. യെസ്, ഷമീമ. Hard, sir. Hard. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. അപ്പൊ ഇന്ന് നമ്മൾ തൊടിയിട്ടോളൂ, ടിക്കറ്റോളൂ. 2 മാർക്ക്. ഇന്നത്തെ നമുക്ക് എത്ര ലാസ്റ്റത്തെ മാർക്ക് കിട്ടിയെന്ന് അറിയില്ല. സനീഷ, അടുത്ത ചോദ്യം സനീഷക്കാണ്. എഴുതിക്കും. She dances, DANCES, dances gracefully, GRACEFULLY. She dances gracefully. And ABC, 3 answer is equal. A gracefully, B dances, C she, she. Sir, പറയട്ടെ. പറഞ്ഞോളൂ. Gracefully. It's a correct answer. Very good, very good. സംശയമുള്ളവർ ചോദിച്ചേക്കണം കേട്ടോ. യെസ്, കറക്റ്റ്. സാർ, ഇത് എന്താണ്? കുറച്ച് ദിവസം ട്രെയിനിങ്ങിന് പോയതുകൊണ്ട് ക്ലാസ്സിന് കയറാൻ പറ്റില്ല. അപ്പൊ കുറേശ്ശെ കണ്ടുവരുന്നേ. യെസ്, ഇപ്പൊ നമ്മള് ഷംന ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന വാചകത്തിൽ ആഡ്വർബ് ഏതാണ് എന്നായിരുന്നു ചോദ്യം. ഫൈൻഡ് ഔട്ട് ആഡ്വർബ് ഇൻ ദ ഫോളോയിങ് സെന്റൻസസ്, അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ തരുന്ന വാചകത്തിലുള്ള ഫൈൻഡ് ഔട്ട് ആഡ്വർബ്, ADVERB, ആഡ്വർബ് ഇൻ ദ ഫോളോയിങ് സെന്റൻസസ്. ഈ ചോദ്യത്തിന്റെ അടിയിൽ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചോദ്യം ബിനീഷ പ്രകാശിനോടാണ്. She always tells, TELLS, tells the truth, TRUTH, truth. She always tells the truth. അടിയില് ABC, 3 ആൻസർ. A tell, TELL, tell. B always, ALWAYS. C truth, TRUTH, truth. Truth, sir. Truth. ഒന്നുകൂടി വായിച്ചു നോക്കൂ. Tells. She always tells the truth. Always, sir. Always ആണ്. യെസ്. അപ്പൊ പരീക്ഷയ്ക്ക് ട്രൂത്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി വായിച്ചു നോക്കുമെന്ന് പറയാൻ ജോബ് സാർ ഉണ്ടാവില്ല. യെസ്, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. അവൾ എപ്പോഴും സത്യം പറയും. സത്യം ഒരു പ്രവൃത്തിയാണ് വിശേഷിപ്പിക്കുന്നത്. യെസ്,
എങ്ങനെയാ പറയുന്നത്? എപ്പോഴും പറയും. യെസ് അല്ലേ? അപ്പൊ പറയുക എന്നുള്ളതിനെ വിശേഷിപ്പിക്കല എങ്ങനെയാണ്? എപ്പോഴും. യെസ്, ഞാൻ വേഗത്തിൽ ചായ കുടിച്ചു. അപ്പൊ ഞാൻ കുടിച്ചു എന്ന് പറയുന്ന ആ പ്രവൃത്തിയാണ് വിശേഷിപ്പിക്കുന്നത്. ആഡ്വർബാണ്. ഫാസ്റ്റ്. ഓക്കെ. വെർബിനെ വിശേഷിപ്പിക്കുമ്പോഴാണ് ആഡ്വർബ്, നൗണിനെ വിശേഷിപ്പിക്കുമ്പോൾ അഡ്ജക്റ്റീവ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഷംനയോടാണ് അടുത്ത ചോദ്യം കേട്ടോ. മൈ മദർ rarely, R-A-R-E-L-Y, rarely watches, W-A-T-C-H-E-S, watches TV. My mother rarely watches TV. Adili A, B, C, mood answer A. TV. B, mother. C, rarely, R-A-R-E-L-Y. റയർലി. റയർലി. എന്റെ അമ്മ അപൂർവമായിട്ടാണ് TV കാണാറ്. അപ്പൊ കാണുക എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ കാണുന്നു? അപൂർവമായി, വല്ലപ്പോഴും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിജിനോടാണ്. ഷീ frequently, F-R-E-Q-U-E-N-T-L-Y, frequently goes to, G-O-E-S, goes to park, P-A-R-K. She frequently goes to park. And a delay A, B, C. A, frequently. B, park, P-A-R-K. C, goes, G-O-E-S, goes. Frequently. Frequently. It's a correct answer. Correct answer. Then, Mary Drisha. അടുത്ത ചോദ്യം മേരി ദൃശ്യോടാണ്. ചോദ്യം ഇരിക്കുള്ളൂ. He arrived, A-R-R-I-V-E-D, arrived late, L-A-T, late. Okay. എന്നിട്ട് A, B, C. A, arrived. B, late. C, he, H-E-He. Sir, okay. What are you meaning? late. Late. It's a correct answer. Very good, very good, very good. ഇനി അടുത്തത് റോമൻ ലെറ്റർ 4, റോമൻ ലെറ്റർ 4. എഴുതിക്കോളൂ. Fill in the blanks. Fill in the blanks using correct, C-O-R-R-E-C-T, correct preposition. Correct preposition. Okay. Ready? Our preposition which be എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ജിനു ജോസിനോടാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിമല goes, G-O-E-S, goes dash school every morning. അടിയില് ABC 3 എഴുതിക്കോ. 2 T or 2. B,
AN. Sorry, AN, ON, on. C. 4, F-over 4. ഗിനു പൂരിപ്പിച്ചോളൂ. സാർ ഓപ്ഷൻ ഒന്നും കൂടി പറയോ? യെസ്, 2 on 4. ഓണാണോ സർ? ഒന്ന് വെച്ച് നോക്ക്, അത് വെച്ച് പറഞ്ഞു നോക്ക്. അപ്പൊ വല്ല കല്ല് കടിക്കുന്നതാന്ന് നോക്കി. മൂന്നും വെച്ചൊന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ അവിടെ പറയുമ്പോ അത് കറക്റ്റ് ആണല്ല എന്ന് തോന്നും. യെസ്, 4 ആണോ? 4. 4. ഓക്കെ, അവിടെ നിൽക്കട്ടെ ജിനു, അവിടെ നിൽക്കട്ടെ. വിജിനിക്ക് എന്ത് തോന്നുന്നു? വിജിനി 2 goes to school. 2 ആണ് അല്ലെ? ഗോസ് ടു സ്കൂളിലേക്ക് പോകാറുണ്ട്. സ്കൂളിലേക്ക് എന്ന് പറയുമ്പോ 2 ആണ്. 2 is the correct answer. സർ അടുത്തത്. തെറ്റ് വന്നു. ഓപ്ഷൻ ഞാൻ 2 എഴുതി, അതുകൊണ്ട് എനിക്ക് അത് ആക്കിട്ടാ പോയെ. യെസ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ക്യാൻ യു, അടുത്ത ചോദ്യം ലിനി തോമസിനോടാണ്. ക്യാൻ യു കംപ്ലീറ്റ്, COMPLET, കംപ്ലീറ്റ് the work dash 1 1 week, WEEK, week. Okay, question mark. ഒന്നുകൂടി പറയാം. Can you complete the work dash 1 week? അടിയിൽ ABC. A. In. B. On. C. For, F-over. Yes, Lini. Sir, പറഞ്ഞോളൂ ലിനി. can you complete the work in 1 week? Very good. Can you complete the work in 1 week? ഇന്നാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഉമൈറിനോടാണ്. ചോദ്യം ഇതാണ്. The gift is dash me, me. The gift is dash me. Yes, ABC എഴുതിക്കോളൂ. A. 4, F-over 4. B. After, AFT, after. C. On. സർ ആഫ്റ്റർ ആണോ? ദൂരെയൊക്കെ നോക്ക്. ദ ഗിഫ്റ്റ് ഈസ് ഫോർ മീ ആണോ? ഫോർ മീ. യെസ്, കറക്റ്റ് ആൻസർ. ഒന്നുകൂടിയൊക്കെ നോക്കൂ എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല കേട്ടാ. യെസ്, ദ ഗിഫ്റ്റ് ഈസ് ഫോർ മീ. ട്രെയിനിങ് പോയിക്കായിരുന്നേ, അപ്പൊ പെട്ടെന്ന് ക്ലാസ്സിൽ കേറിയപ്പോ എനിക്കൊരാകെ ഒരു ഇത്, കൊറേ ദിവസമായി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്.
Yes, okay, no problem. Yes. അടുത്ത ക്വസ്റ്റ്യൻ റാസ്മിനിയോടാണ്. She is dash a meeting. MEETING. She is dash a meeting. Bracket on A, B, single answer A, on B, in C, by, by. Sir, inner. Inner. Very good, correct. Inner. She is in a meeting. Okay. അടുത്ത ക്വസ്റ്റ്യൻ മിന്നുവിനോടാണ്. Yes. She will meet him, MEET, meet him dash 4 PM. 4 അക്കത്തിലിട്ടാൽ മതി. 4 PM. She will meet him dash 4 PM. A, B, C. മൂന്നാഴ്ച A. In B. With WITH. With C. At. Yes, പൂരിപ്പിച്ചോളൂ മിന്നു. മിന്നു. അറ്റ്. ഇതിനെത്ര താമസം? സമയം വന്ന് കണ്ണടിച്ച് നോക്കി പറയാല്ല. at 4 o'clock, at 5 o'clock. Yes, at correct ആണ്. Very good. അടുത്ത ക്വസ്റ്റ്യൻ ജിഷയോടാണ്. ചോദ്യം ഇതാണ്. Where did WHER? Where did all the letters? Where did all the letters? ഓൺ എന്നാണോ മാഷ് സാറേ? AWL, all മുഴുവനും. AWL, all the letters come, COME, come dash. ഒന്നുകൂടി പറയാം. Where did all the letters come dash? അതിന്റെ അടിയിൽ ABC മൂന്നാഴ്ച എഴുതിക്കോ. A from B to Rio. C B എന്താണ് സർ? to Rio 2. C എന്നുള്ളത് on. From to. Okay, Isha. From. Is a correct answer. Very good. എവിടെ നിന്നാണ് ഈ കത്തുകളെല്ലാം വരുന്നത്? Yes. അടുത്ത. She finished FINISHED. അടുത്ത ചോദ്യം സിയ ഷിഹാബിനോടാണ്. അല്ലെ, നിസ ഷിഹാബ്. She finished
her project dash Wednesday. WEDNESDAY. Okay, she finished their project dash Wednesday. Bracket in we all see at 88. Nisa, Shihab, Alujo, yes. About Lisa. Yes. About Lisa Kitila. About Shemi Milotinavera. Shemima. On. On is a correct answer. On is a correct answer. Okay. Another question. The train, Sainisha gave you a choice. The train left LEFT, left the station dash time. The train left the station dash time. Bracket bracket multiple choice A on B by C for F1. Sir, B എന്താ? No? By. Bayana, or Bijab? അല്ലല്ല എന്താ ബി എന്താന്ന് കേട്ടില്ല അത് ചോദിച്ചേ. B and okay, I will tell you. A on B by C4. On time. On time. So correct answer. Very good. Binisha Prakash Nodani Chodyam. What are you looking 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 dash question mark. What are you looking dash question mark. ABC A 4 F4 4 B in C after AFT year after. Okay, Binisha. 4. 4 is the correct answer. Very good. Yes, 4.
അടുത്തത് റോമൻ ലെറ്റർ 5 ഇട്. റോമൻ ലെറ്റർ 5. Roman letter 5. Yes. എഴുതിക്കോളൂ. ചോദ്യം എഴുതിക്കോളൂ. Complete the sentence by putting PUTTH, by putting the verb in bracket, in the correct CORRECT, correct tense, TENS, tense, for. Okay. ഒന്നുകൂടി വായിക്കാം. Complete the sentence by putting the verb in bracket in correct tense form. Okay. പിടികിട്ടിയല്ലേ ചോദ്യം? ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ ലേഡി. യെസ്, അത് പറഞ്ഞ സാറ് നേരെ കളയേണ്ടതാണ് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളൊക്കെ നല്ല വേറെ ലെവലുള്ള വിദ്യാർത്ഥികളല്ലേ. അപ്പോ നിങ്ങൾ അറിഞ്ഞു കാണും, അടുത്ത മാസമാണ്, ലാസ്റ്റോട് കൂടിയിട്ടാണ് നിങ്ങളുടെ ക്ലാസ് ഫിനിഷ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു 4 ക്ലാസ്സിലും കൂടി ഞാൻ വരും. 4 ക്ലാസ്സും കൂടി ഉള്ളൂ. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഫിനിഷ് ചെയ്യാനുണ്ട്, എന്നിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. യെസ്. അപ്പോ ഒരു 4 മാസം കഴിഞ്ഞാൽ നിങ്ങളെ കാണുന്നില്ല അല്ലേ? അപ്പോ സംഘാപ്പുരണ്ട രീതി ഈ നമ്മുടെ ഒരു ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഇല്ലേ, ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഫോണ്ടർ. ഒരു പ്രോവർബ് ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ ചില കാര്യങ്ങൾ, ചില ആളുകളെ കാണാതിരിക്കുമ്പോഴാണ് നമുക്ക് അവരെത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു, ഇഷ്ടപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യും. എല്ലാ ദിവസവും കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. യെസ്, അതൊരു സംഗതിയാണ് ഇംഗ്ലീഷിലെ ആ സംഗതി. ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഫോണ്ടർ. എല്ലാ ദിവസവും വീട്ടിൽ വരുന്ന നിങ്ങളുടെ ഭർത്താവ് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇന്ന് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് അപ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് അസ്വസ്ഥതകൾ വരും. എല്ലാ ദിവസവും വരുന്ന ഒരാളാണ്. ചിലത് ഗൾഫിലാണെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ല. യെസ്, absence make the heart grow. Fond, FONDR, fond of എന്ന് പറഞ്ഞാൽ ലൈക്ക്ഡ് എന്ന് തന്നെ അർത്ഥം കേട്ടോ. FONDR, absence makes the heart grow fond. യെസ്, ഓക്കെ. അപ്പൊ അതാണ് സംഗതിയാണ്. 14ാമത്തെ ബാച്ചിനെ കാണുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ. യെസ്, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇപ്പൊ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കും. If you eat lots of LOTS, lots of fast food, FAST, fast food, you would get fat, FAT. ഞാൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. If you eat lots of fast food, you would get fat. അയ്യോ, ഈ ചോദ്യം ആരോട് ചോദിക്കേണ്ടത് ഞാൻ ചോദിച്ചു. ബിനീഷ, ഞാൻ ചോദിച്ചത് എത്തിയല്ലേ ലാസ്റ്റ്? അതെ സർ. അപ്പോ ഷംന മനോജ്, ഇറ്റ് ഈസ് യുവർ ടേൺ. ഓക്കെ, യെസ്. എന്നിട്ട് ഈ സെന്റൻസിൽ ആ ഈറ്റ് എന്ന് പറയുന്ന പേര് ബ്രാക്കറ്റ് ഉണ്ട്. ഈറ്റ് എന്നുള്ളത് ബ്രാക്കറ്റ് ഉണ്ട്. യെസ്, ഓക്കെ. അടിയിൽ 3 ആൻസർ എഴുതിക്കോളൂ. എ, 8, ATE, 8. B, eats, EATS, eats. C,
eaten. 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 ഓക്കെ, ക്ഷമ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എല്ലാവർക്കും ഒരു ഉത്തരം ടിക്ക് ചെയ്ത് വെച്ചോ. Sir, if you eat lots of fast food, you would get ഫസ്റ്റ് ഉറപ്പിച്ചോ. eat അല്ലേ? അതെ ഷംന, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരാത്തോണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പഠിക്കണ്ട, മറിച്ച് നോക്കാതെ സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്തൊരു ക്യാപ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് യു വർക്ക് യു വിൽ പാസ്, ഇഫ് യു വർക്ക് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ്. ഈ സ്ഥലത്ത് നിന്നാണ് ഈ ചോദ്യം കയറി വന്നത്. അവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ കയറി വന്നിട്ടുള്ളത്. അതൊന്ന് മറിച്ച് നോക്കിയെങ്കിലേ നമുക്കതൊന്ന് ഓർമ്മയിൽ വരുള്ളൂ. ഓക്കെ ഷംന, കുഴപ്പമില്ല. വിജി കേസ് പറഞ്ഞോളൂ. If you eat. ഈറ്റ അല്ലെങ്കിൽ ഈറ്റ്സ? Eat. അല്ല, അങ്ങനെ സംഗതി ഇല്ല. ഈറ്റ് ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത്, അപ്പൊ അത് മാറ്റേണ്ടി വരും. തന്നിരിക്കുന്നതിന്റെ കറക്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പറയുമ്പോൾ തന്നിരിക്കുന്നത് തെറ്റാണെന്നാണല്ലോ. ഈറ്റ് തെറ്റാണ്. ബ്രാക്കറ്റിൽ നമുക്ക് ABC, എയ്റ്റ് ആണ്, ATE 8. B ഈറ്റ്സ് ആണ്, C ഈറ്റ് ആണ്. ഇതിലും മൂന്നിലേക്ക് വന്നാൽ വരുള്ളൂ. If you ate. 8 ആണ് പറയണത് അല്ലെ? ആദ്യത്തെ ആൻസർ എ ആണ് ആൻസർ എന്നാണ് പറയുന്നത് അല്ലെ? വിജി കേസ് ഉറപ്പിച്ചോ? വേണമെങ്കിൽ ഉറപ്പിക്കാം, അല്ലെങ്കിൽ മാറ്റി പറയാം. I appreciate you. Very good answer. Correct answer. Very good. ഞാൻ വിജി വേണമെങ്കിൽ ഒന്ന് മാറിപ്പോട്ടെ എന്ന് വിചാരിച്ചത് ഉറപ്പിച്ചെന്ന് വെച്ചത്. 8 കറക്റ്റ് ആണ്. വുഡ് വന്നിട്ടുണ്ട് അപ്പുറത്ത്. സെന്റൻസ് നോക്കി. ആ സെന്റൻസിൽ രണ്ടാമത്തെ ഭാഗത്ത് വുഡ് വന്നിട്ടുണ്ട്. വുഡ് വന്നാൽ ഇപ്പോഴത്തെ പാസ്റ്റ് ടെൻസ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ സാധനം ഒന്ന് മറിച്ച് നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്. ഇതിന് ആരുടെയൊക്കെ ശരിയായത്? സനീഷ കറക്റ്റ്, രാസ്മ കറക്റ്റ്, ബിനീഷ കറക്റ്റ്, ജിനു കറക്റ്റ്. യെസ്, ഓക്കെ, വെരി ഗുഡ്. യെസ്, അതൊന്ന് മറിച്ച് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിൽക്കാൻ പറ്റും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു. If I get a reservation, I travel. Mary this year ഏതാണ്? I travel today itself. ഒന്നുകൂടി വായിക്കാം. If I get reservation, I travel today itself. എന്നിട്ട് ആ ട്രാവൽ എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റിൽ ഇട്ടു. ട്രാവൽ ബ്രാക്കറ്റിൽ ഇട്ടു. യെസ്, അടിയില് ABC 3 ആൻസർ എഴുതിക്കും. A will travel. B would travel. Would travel. C could travel. Could travel. Yes, sorry. I will. Will.
Yes. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കറക്റ്റ് ആണ്, വില്ല് വരും. കാരണം അപ്പത് ഗെറ്റ് പെർസെന്റേജ് വരുമ്പോ ഇപ്പുറത്ത് വില്ല് വരും. യെസ്, ഓക്കെ ഓക്കെ. അടുത്തത് ഇഫ് I were WER, I were you, you, I consult, CONSULT, consult a doctor, DOCT, over. ഒന്നുകൂടി പറയാം. If I were you, I consult a doctor. എന്നിട്ട് ആ കൺസൾട്ട് എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റിലിട്ട്, കൺസൾട്ട് ഇസ് ബ്രാക്കറ്റ്. അതിന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കോ, ABC 3 ആൻസർ. എ ഷാൽ കൺസൾട്ട്, ഇതിന്റെ ആൻസർ ജിനു ജോസിനാണ്. എ ഷാൽ കൺസൾട്ട്, ബി will consult, C would consult, would consult. സർ ഷാളാണ്. ഷാല് അല്ലേ? ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഉറപ്പിച്ചു. ഓക്കെ, ഞാനൊരു പാർട്ട്ണർ തരാം. റാസ്മിന, what is your name? Would consult. Would consult. Would Would consult. വുഡ് കൺസൾട്ടന്റ്. വില്ലല്ല. ഓക്കെ, വേറെ വന്നത് പാസ്റ്റ്. വേറെ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. വേറെ വരുമ്പോ പാസ്റ്റ് ആണ്. ആ ഈ ചോദ്യം എന്തായിരുന്നു? ഇഫ് ഐ വെർ യു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഡോക്ടറെ കണ്ടേനെ. അതാണ് പറയുന്നത്. അപ്പൊ ഇഫ് ഐ ആം എന്നാണെങ്കിൽ പറഞ്ഞ ശരിയാണ്. വാസും വേറെ വന്നു കഴിഞ്ഞാല് അത് അതിന്റെ അർത്ഥം എന്താണ്? പാസ്റ്റ് ആണ്. യെസ്, പാസ്റ്റ് ടെൻസ് ആണ് അവിടെ. അപ്പൊ അത് ഗുഡ് ആണ്, കറക്റ്റ്. യെസ്, എന്റെ മക്കളെ അറിയാണ്ട് 2 മാർക്ക് വെച്ച് പോകുന്നതല്ല. യെസ്. അപ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ 5 എണ്ണം. അപ്പൊ 5 എണ്ണം എന്ന് പറയുമ്പോ 10 മാർക്ക് ഒറ്റയടിക്ക് അങ്ങനെ പോകരുത്. അതൊക്കെ ഒന്ന് മറിച്ച് നോക്കിയേക്കണം. പഠിക്കാൻ ഞാൻ പറയുന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. ആ ക്യാപ്ഷൻ ഓർത്താൽ മതി. ഇഫ് യു വർക്ക് യു വിൽ പാസ്, ഇഫ് യു വർക്ക്ഡ് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് പാസ്, വുഡ് ഹാവ് പാസ്ഡ്. അതൊരു ഗുളിക പോലെ 3 നേരം ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ചോദ്യം വരും. അടുത്തത്, if I miss, MISS, miss the bus, I take a അടുത്ത ചോദ്യം മിന്നുനോടാണ്. മിന്നു, I take a taxi. ഒന്നുകൂടി പറയാം. If I miss the bus, I take a taxi. എന്നിട്ട് ആ ടേക്ക് എന്നുള്ള വേർഡ് ബ്രാക്കറ്റ്, ടേക്ക് ബ്രാക്കറ്റ്. അടിയിൽ ABC 3 ആൻസർ. എ വുഡ് ടേക്ക്, ബി will take, C have taken. മിന്നു ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി.
Yes, Minu. Will take ആണോ? Will take. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പിന്റെ ഒരു ബലൂൺ അല്ല Minu. Correct ആണ്. Very good. Correct. If I miss the ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണോട്ടാ. യെസ്, ഓക്കെ. ഇപ്പൊ കുറച്ചു പേര് ചെയ്തേക്കുന്ന വിദ്യ എനിക്കറിയാം. ആ സംഗതി ഒന്നും മറിച്ച് നോക്കി വെച്ചു. അതായത് പഴയ നമ്മുടെ സംഗതി ഉണ്ടല്ലോ. യെസ്, ഓക്കെ. എന്നാലും കുഴപ്പമില്ല. അത് ഇന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് അറിയാൻ പറ്റിയില്ലേ. യെസ്, അപ്പൊ ഇനി മറിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ. If I miss the bus, I will take a taxi. ബസ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ടാക്സി വന്ന് വിളിക്കും. യെസ്, കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം അപ്പോ ജിഷയോടാണ്. ഇറ്റ് ഈസ് യുവർ ടേൺ. If they had called me, CALLED, called me, I answer, ANSWER, answer. ഞാൻ ഒന്നുകൂടി വായിക്കാം. If they had called me, CALLED, called me, I answer. എന്നിട്ട് ആൻസർ എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റഡ്. ആൻസർ എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റഡ്. അടിയില് ABC 3 ഉത്തരം എഴുതിക്കോ. A will have answered, ANSWERED, will have answered. B will answer, C would have answered, ANSWERED, would have answered. ജിഷ ഇന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആലോചിച്ചു. Would have answered. ആണാ? എന്നോട് ചോദിക്കില്ല, ഞാൻ ചോദിക്കാം. ഉറപ്പിച്ചോ? ജിഷ ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. എന്നാ കറക്റ്റ് ആണ്. വെരി ഗുഡ്. കറക്റ്റ്. യു ഗെറ്റ് 2 points. വെരി ഗുഡ്. Would have answered is a correct answer. Yes. അടുത്ത ക്വസ്റ്റ്യൻ. കാരണം അപ്പുറത്ത് ഹാഡ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പുറത്ത് വുഡ് ഹാവ് വരും. യെസ്. അടുത്ത ചോദ്യം ലിനിയോടാണ്. If I had wings, 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 I fly. യെസ്. എന്നിട്ട് ആ ഫ്ലൈ എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റ് ഇട്ടു. If I had wings, I fly. ABC 3 ആൻസർ. A would fly. B will fly. C would have flied, FLIED, would have flied. Would have flied.
Sir, if I had wings, I would have flied. I would have played. Yes. Okay. എത്ര പേര് I would have വെച്ചിട്ടുണ്ട് അത്? Would have played എത്ര പേരുണ്ട്? ആരുമില്ലേ? ജിനു ഉണ്ട്, ജിഷി ഉണ്ട്, മേരി ഉണ്ട്. യെസ്. ഓക്കെ. ഇനി വേറെ ഏതെങ്കിലും ഉത്തരമാണ് എന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? റാസ്മിനൊക്കെ എന്താ ഉത്തരം കിട്ടിയത്? എനിക്ക് എയും വുഡ് ഫ്ലൈ അല്ലേ വരിക? വുഡ് ഫ്ലൈ എന്നാണ് റാസ്മിന് കിട്ടിയത്. പിന്നെ വേറെ ആർക്കാണ്? ബിനീഷക്ക് എന്താ കിട്ടിയത്? എനിക്ക് എ ഡൗട്ട് ഉണ്ട് സർ. ഡൗട്ട്. യെസ്. ഓക്കെ. ഓക്കെ. ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ലിനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് കണ്ട വഴി വുഡ് ഹാവിലോട്ട് പോയി. അതാണ് ലിനിക്ക് പറ്റിയത്. നോക്കി, ഹാഡ് അവിടെ കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉണ്ടാന്ന് നോക്കി. നമ്മൾ അതിന് മുമ്പൊക്കെ ഹാഡ് കഴിഞ്ഞാൽ ഹാഡ്, കോൾഡ്, അങ്ങനെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാവും. ഇവിടെ അത് ഉണ്ടാവും ഇല്ല. അപ്പൊ ഹാവ് എന്ന് പറയുന്ന പ്രസന്റ് ടെൻസിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഹാഡ് ആണ് ഉപയോഗിച്ചേക്കണേ. ഇത് പാസ്റ്റ് ആണ്. യെസ്. അപ്പൊ ഇവിടെ വുഡ് ആണ് കറക്റ്റ്. ഓക്കെ, പിടികിട്ടിയില്ലേ? അപ്പൊ ദൈവത്തെ ഓർത്ത് ഹാഡ് കാണുമ്പോ തന്നെ അതിന്റെ പുറകെ പോകരുത്, ഒന്ന് ചിന്തിച്ചിട്ട് വേണം പറയാൻ. യെസ്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ മനഃപൂർവ്വമാണ് വുഡ് ഹാവ് കൂടി ചേർത്തത്. കാരണം എനിക്കറിയാം ആരെങ്കിലും അതിന്റെ പുറകെ പോകുന്നത്. യെസ്. ഓക്കെ. യെസ്. അപ്പൊ ഇനി തെറ്റിക്കൂല. കാരണം ഒരു പ്രാവശ്യം നമുക്ക് ചൂടുവെള്ളത്തിൽ വീണതാണ്. അപ്പൊ ഇനി നമ്മളത് ഓർമ്മയുണ്ടാവും. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉമേറക്കാണ്. ഉമേറ, if you tell the truth, I get GET. I get the punishment. PUNISHMENT. I will repeat. If you tell the truth, I get the punishment. എന്നിട്ട് ആ ഗെറ്റ് എന്നുള്ള വേർഡ് ബ്രാക്കറ്റ് ഇട്ടുള്ളൂ. ഗെറ്റ് ഈസ് ഇൻ ബ്രാക്കറ്റ്. ഓക്കെ. എന്നിട്ട് ABC 3 ആൻസർ എഴുതിക്കോളൂ. A would get, B will get, C will got, GOT, will got. Sir, question if you tell the truth, I will get the punishment എന്നല്ലേ? അല്ല, അത് നമ്മൾ ചേർക്കണം. I get പണിഷ്മെന്റ് എന്ന് മാത്രമേ. വിൽ ഗെറ്റ് ആവാം, വുഡ് ഗെറ്റ് ആവാം, വിൽ ഗോട്ട് ആവാം. ABC 3 ഏതാണ് ആൻസർ? സർ വിൽ ഗോട്ട് ആണ്. വിൽ ഗോട്ട് ഉറപ്പിച്ചോ? ഗെറ്റിന്റെ ഗോട്ട് അല്ലേ? യെസ്. ഉമൈറ കയ്യിൽ നിന്ന് പോയി. വിൽ ഗെറ്റ് ആണ്. വില്ല് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റൻസേ വരും. വിൽ ഗെറ്റ് ആണ് കറക്റ്റ് ആൻസർ. വിൽ ഗെറ്റ്, വിൽ ഗോട്ട് എന്ന് പറയില്ല, വിൽ ഗെറ്റ് ആണ്. യെസ്. ഓക്കെ. വില്ല് കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നം. വിൽ ഗോ, വിൽ വെന്റ് എന്ന് പറയില്ല. വിൽ ലുക്ക്, വിൽ ലുക്ഡ് എന്ന് പറയില്ല. യെസ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതില് മുഴുവൻ ശരിയായ എത്ര പേരുണ്ട്? സനീഷിയുടെ മുഴുവൻ ശരിയാണ്, റാസ്മിയുടെ മുഴുവൻ ശരിയാണ്. വെരി ഗുഡ് രണ്ടുപേർക്കും. അപ്പൊ റാസ്മിന, നമ്മൾ എത്ര ചോദ്യം ചോദിച്ചേ മൊത്തത്തിൽ ഇന്ന്?
ഈ സെക്ഷനിൽ മാത്രമാണോ 8 അല്ല 7? ഇന്നത്തെ മാത്രം. ഇന്നത്തത് 22. 22. അല്ലേ? 22 എന്ന് പറയുമ്പോൾ 44 മാർക്കാണ്. അപ്പൊ 44 2 പേർക്ക് കിട്ടിയത്. ഇനി ഒരെണ്ണം തെറ്റിയവര് ബിനീഷ, ലിനി, മേരിദിശ, ജിഷ. ഓക്കെ. 2 തെറ്റിയവര് വിജി, KS, ജിനു, ഷംന, മനോജ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. 3 തെറ്റിയവര് 4 തെറ്റിയവര് വിജി, ഉമൈറ. 5 തെറ്റിയവര് 5. യെസ്, 5 നമ്പർ ഞാൻ ചോദിച്ചിട്ടുണ്ട് തെറ്റ് കേട്ടോ. അല്ല ചോദിച്ചിട്ട് അടുത്ത വർഷം അതിന് ഉണ്ടാക്കാനല്ല. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ എവിടെ നിൽക്കുന്നുള്ള കാര്യം അറിയാൻ പറ്റും. യെസ്, നമുക്ക് നമ്മളെ കുറിച്ചൊക്കെ ഒരു അറിവ് വരുമ്പോഴാണ് അത് കറക്റ്റ് അവിടെ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴേ നിങ്ങൾ കൂടി ആലോചിക്കും. ഇനി ഇതൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പല കാര്യങ്ങളും ഓർമ്മ വരും. ഓ യെസ്, അന്ന് നമ്മൾ ചെയ്തതാണെന്ന്. MD12 ഒരു കുട്ടി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എന്നോട് വിളിച്ചപ്പോ പറഞ്ഞത്, സാറേ ഞാൻ ഒന്നും പഠിക്കാതെ പോയി പരീക്ഷ എഴുതിയെന്ന്. സാറിന്റെ പരീക്ഷ സാറ് പഠിപ്പിച്ചിട്ട് ഉള്ളപ്പോൾ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് എഴുതിയത്. അത് പഠിക്കാതിരുന്നത് പഠിക്കാനായിട്ടുള്ള മടി കൊണ്ടല്ല. അതിന് ടീച്ചറായിട്ട് ജോലി കിട്ടിയപ്പോൾ എനിക്ക് നേരം കിട്ടാറില്ല. ഞാൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിള്ളേരുടെ കാര്യങ്ങൾ, പിന്നെ വൈകുന്നേരം പിള്ളേരെ പഠിപ്പിക്കണം, അത് ഇത് എനിക്ക് നോക്കാൻ നേരം കിട്ടാറില്ല. അപ്പൊ ആ ഒരു ആത്മവിശ്വാസത്തെ പുറത്താണ് ഞാൻ എഴുതിയത് എന്ന് പറയും. പക്ഷെ നല്ല പറഞ്ഞിട്ട് ഇന്ന് പറഞ്ഞ പോലെ നിങ്ങളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യെസ്. അപ്പൊ കുറച്ചൊക്കെ എന്താ ക്ലാസ് പിന്നെ പറയാൻ പോയേ? ഇല്ലല്ലേ? ഞാൻ വിചാരിച്ചു ക്ലാസ് എന്തോ പറയാൻ പോകുന്നതാണ്. യെസ്, ഓക്കെ. ഇല്ല സർ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് പിരിയാമെന്ന് തോന്നുന്നു. We will meet in the next class. ഓക്കെ. അപ്പോ സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യാം. യെസ്. അപ്പൊ ആരുമില്ലാത്തതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വീണ്ടും കുറച്ച് ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണാം. യെസ്, 4 ആഴ്ച കൂടി നമ്മൾ കാണുന്നതാണ്. ഓക്കെ ഓക്കെ. താങ്ക് യു സർ. Thank you. താങ്ക് യു സർ. Thank you, sir. Thank you, sir. Okay.